അസ്സലാമു അലൈക്കും മൊയ്തീനാജി. ഇനി എനിക്ക് നിങ്ങളെ മരുമോൾ സാബിൻ്റെ അടുത്തേക്കും പോകാനുണ്ട്. ആദ്യം എനിക്കൊന്ന് വീട്ടിൽ പോകണം, എന്നിട്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. മാഷി പറഞ്ഞത് കേട്ട് മൊയ്തീൻ ഹാജി ഒന്ന് മൂളി. അവരോട് പറഞ്ഞതുപോലെ തന്നെയാണോ സാബിയോടും പറയേണ്ടത്? അതെ, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. നീയും സാബിയും തമ്മിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ബന്ധമില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരേ ഒരു ബന്ധം നിൻ്റെ മോനെ അവളെ കല്യാണം കഴിച്ചു എന്നതായിരുന്നു. ഇപ്പോൾ അവൾ അവൻ്റെ ഭാര്യയില്ല, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അതൊക്കെ എനിക്കും അറിയാം. ചില ബന്ധങ്ങൾ അങ്ങനെ പൊട്ടിച്ചെറിയാൻ കഴിയില്ല. നീ എന്തായാലും അവിടെ കൂടി ഒന്ന് പോയിട്ട് വാ. രഹസ്യമായി അവളുടെ അവസ്ഥ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അവളോട് ചോദിച്ചാൽ അവൾ നല്ലത് എന്ന് മാത്രമേ പറയൂ. കുട്ടികളോട് ചോദിച്ചാൽ മതി. അയാൾ ഒന്ന് മൂളി. അല്പസമയം കൂടി സംസാരിച്ചതിന് ശേഷം അയാൾ ഫോൺ കട്ട് ചെയ്തു. ഇതേ സമയം സാബിക്ക് ലൈല ഫോണിൽ വിളിച്ചു കഴിഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ലൈല പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സാബി പറഞ്ഞു, വയനാട്ടിൽ പോയത് മാത്രമല്ല നീ അറിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം നടന്നത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. എന്താണിത്താ? കൗതുകത്തോടെ അവൾ ചോദിച്ചു. മക്കളെവിടെ? വലിയൊരു രഹസ്യം പറയാനുണ്ടെന്നതുപോലെ ലൈല ചോദിച്ചു. അപ്പുറത്തെ മുറിയിലുണ്ട്. രണ്ടിപ്പോൾ കുട്ടികളെ നോക്കാനെന്ന പേരിൽ അവിടെ തന്നെ നിൽക്കുകയാണ് പതിവ്. കുട്ടികൾക്ക് അവരെ വലിയ ഇഷ്ടമാണ്. ഇവിടെ അവർക്ക് ബോറടിക്കുന്നതെന്ന് ഞാൻ കരുതിയതിത്താ. എന്നാൽ ഇവർക്ക് വലിയ സന്തോഷമാണ്. ഇവിടെ കുറേയധികം ഉമ്മമാരുണ്ടല്ലോ, അവരുടെയൊക്കെ കൂടെയൊക്കെ കുട്ടികളുമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ മൊത്തം 12 കുട്ടികളുണ്ട്. എല്ലാത്തിനും ഒരേ പ്രായമാണ്. 2-3 വയസ്സിനൊക്കെ വ്യത്യാസം കാണുമായിരിക്കും. അവരെല്ലാം കൂടി ഇപ്പോൾ ഏത് സമയവും കളിയും ചിരിയുമാണ്. എന്തൊരു സമാധാനമാണ് അറിയോ അതൊക്കെ കാണുമ്പോൾ. അതൊക്കെ ഉഷാറാകട്ടെ. ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. നമ്മുടെ ആ മാഷുണ്ടല്ലോ. ഏത് മാഷ്? ഉപ്പയുടെ ചങ്ങാതി. ഉപ്പയും അയാളൊക്കെ പുഴയിലൊക്കെ നീന്താറുണ്ട് എന്ന് പറഞ്ഞത് നിനക്കറിയില്ലേ? ആ മനസ്സിലായി, വെള്ളത്താടി. അത് തന്നെ. അങ്ങേരാണല്ലോ ഉപ്പയെ വയനാട്ടിലേക്ക് ചികിത്സക്കായി കൊണ്ടുപോയത്. നമ്മൾ വിചാരിച്ചതുപോലെയൊന്നല്ല കാര്യങ്ങൾ. അവിടെ നല്ല പൈസക്ക് ചിലവുണ്ട്. 12 ലക്ഷം രൂപയാണല്ലോ 6 മാസത്തേക്കുള്ള ചിലവ്. അല്ലോ, 12 ലക്ഷം രൂപയെ? സാബി അറിയാതെ പറഞ്ഞുപോയി. അതെ, അതിൽ 6 ലക്ഷം ഉപ്പാൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി 6 ലക്ഷം രൂപ വേണത്രേ. ഉപ്പയുടെ 4 മക്കളും 1.5 ലക്ഷം രൂപ എടുത്താൽ കാര്യങ്ങൾ നടക്കുമെന്നാണ് മാഷ് പറഞ്ഞത്. ആദ്യം വന്നത് തറവാട്ടിലായിരുന്നു. ജമാലും ആബിദയും ഉമ്മയും കൂടി അയാളെ നല്ലതുപോലെ ആട്ടി വിട്ടിട്ടുണ്ട്. അതൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. ആബിദ പിന്നീട് വന്ന് എന്നോട് പറഞ്ഞു. അവർ 10 പൈസ പോലും കൊടുക്കാൻ തയ്യാറല്ല. ആബിദയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷേ അവൾ കൊടുക്കൂല. 1 രൂപ പോലും കയ്യിലില്ലാത്തതുപോലെയാണ് അവളെ പെരുമാറ്റം. ജമാലിൻ്റെ കയ്യിലും പൈസ ഉണ്ടല്ലോ, ഉമ്മാൻ്റെ കയ്യിലും ഉണ്ട്. പക്ഷേ അതിനൊന്നും 1 രൂപ പോലും ഓല് കൊടുക്കൂല. ഷോ, നല്ല ആൾക്കാരാ. സാബി അറിയാതെ പറഞ്ഞു പോയി. മാഷ് വന്ന് ഞങ്ങളോട് ചോദിച്ചു 1.5 ലക്ഷം രൂപ വീതം കൊടുക്കാമെന്ന്. ഞങ്ങൾ 2 ആൾ ഏറ്റിട്ടുണ്ട്. ഇക്കമാരെ വിളിച്ചപ്പോൾ അവരുടെ കയ്യിലിപ്പോൾ പണമില്ല, സ്വർണം പണയം വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പൊട്ടിയ വളയും കഴിച്ചതിനൊക്കെ ഉണ്ടല്ലോ, തൽക്കാലം അത് കൊടുത്തിട്ട് കൊടുക്കാമെന്നാണ് ഇക്ക പറഞ്ഞത്. അവർക്ക് ഉപ്പ വേണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഉപ്പാനെ. അതെ, ഉപ്പാൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇക്ക വരുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളതാണ്. പക്ഷേ അവിടെ എൻ്റെ വാക്കുകൾ ആരും കേൾക്കൂലല്ലോ. നീ പോയത് കൊണ്ടാണ് ഉപ്പ ഇപ്പോൾ വയനാട്ടിലേക്ക് ചികിത്സയ്ക്ക് പോകാമെന്ന് ഉറപ്പിച്ചത്. നീ ഉപ്പാൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായി നോക്കാറുണ്ടായതല്ലോ. ഇപ്പോൾ നോക്കാൻ ആരുമില്ല. ഞാനും താത്തയും അങ്ങോട്ട് വരുന്നത് ഉമ്മാക്ക് ഇഷ്ടമല്ല. അത് പലപ്പോഴും ഉമ്മയുടെ സ്വഭാവം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതാണ്. സാബി ഒന്ന് മൂളി. ഇത്ത പറയുന്നതെല്ലാം സത്യമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്താണിപ്പോൾ നിൻ്റെ അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ സാബി? ഇല്ല ഇത്ത, ഒരു കുഴപ്പമില്ല. എനിക്കിവിടെ സന്തോഷമാണ്. ഇപ്പോൾ മുഴുവൻ സമയം ഞാൻ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിത്തമാണ്. PSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ പുസ്തകങ്ങൾ ഇവിടുത്തെ ഉപ്പ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. കുട്ടികൾ മുഴുവനും സമയം കളിക്കാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ വാട്സപ്പിലുള്ള ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. പരീക്ഷ എഴുതിയാൽ പാസ്സാകുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് എഴുതി നോക്കാം. നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിയുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ട്. ഇവരൊക്കെ നല്ല ആളുകളാണ് ഇത്താ. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിറ്റേന്ന് തന്നെ ഇവിടുത്തെ ഉപ്പാൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കമ്പനിയാണ്. അവിടെ വേറെയും ലേഡീസ് സ്റ്റാഫുകളുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്താൽ 10,000 രൂപയൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞ്. എന്ത് പറയുന്നു ഇത്താ? അത് നല്ലത് തന്നെയാണ്.
താമസിക്കാനുള്ള സ്ഥലമൊക്കെയാണ് പ്രശ്നം. ഇവിടെയൊക്കെ ചെറിയ വീട് വാടകയ്ക്ക് കിട്ടണമെങ്കിൽ തന്നെ മിനിമം 5000 രൂപയെങ്കിലും കൊടുക്കണ്ടേ? താമസ സ്ഥലവും ഭക്ഷണവും അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് സൗകര്യം ചെയ്യാനുള്ള സ്കൂളിൽ പോകാനുള്ള സൗകര്യം ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ജോലി കഴിഞ്ഞുള്ള ബാക്കിയുള്ള സമയത്ത് പരീക്ഷയ്ക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ. ഡിഗ്രി ചെയ്യണമെന്നും ഇവിടുത്തെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ ബന്ധം ഏർപ്പെടുത്തിയത് നന്നായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാനൊരു അടിമയെപ്പോലെ അവിടെ ജീവിക്കേണ്ടി വന്നേനെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2 ആഴ്ചയ്ക്ക് മേലെ ആയില്ലേ. ഇത്രയും ദിവസത്തിനിടയിൽ ഒരു തവണ പോലും എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. എനിക്ക് സങ്കടവും തോന്നിയിട്ടില്ല. അവിടെ എന്തായിരുന്നു എൻ്റെ ജീവിതം? അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാനൊരു പൊട്ടത്തിയായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവിടുത്തെ ഇത്ത എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ടി വന്നു. നീ രക്ഷപ്പെട്ടതാണ് മോളെ എന്നായിരുന്നു അവർ പറഞ്ഞത്. സത്യത്തിൽ എൻ്റെ പ്രാർത്ഥന പടച്ചവൻ കേട്ടത് തന്നെയാണ്. എനിക്കും മക്കൾക്കും ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരുടെയും മുന്നിൽ കൈനീട്ടാൻ ഇടവരാതെ മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണേ എന്നായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചത്. അത് പടച്ചോനെ നിറവേറ്റി തരാണെന്ന് തോന്നുന്നു. അതൊക്കെ നടക്കും. ഞാൻ ഇക്കയോട് സംസാരിച്ചിരുന്നു. ഇക്ക നാട്ടിൽ വന്നതിന് ശേഷം ഉപ്പയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപ്പാക്ക് പല സ്ഥലത്തായി സ്ഥലമില്ലേ, അതിലൊരു 5 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഒരു ചെറിയ വീട് നിങ്ങൾക്ക് വെച്ച് തരാമെന്ന് ഇക്ക ഏറ്റിട്ടുണ്ട്. നിൻ്റെ കാര്യം അറിഞ്ഞതു മുതൽ ഇക്കാക്കമാർ അത് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. സാബി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ഞങ്ങൾക്ക് പഠിച്ച് എന്തെങ്കിലുമൊക്കെ പരീക്ഷ എഴുതി ജോലി വാങ്ങണമെന്നുണ്ട്. നിനക്ക് വാട്സാപ്പിൽ കിട്ടുന്ന ആ ഗ്രൂപ്പിൽ ഞങ്ങളെ കൂടി ആഡ് ചെയ്യാമോ? ഞങ്ങൾക്ക് പറ്റുമെന്ന് നോക്കട്ടെ. തീർച്ചയായും ഞാൻ പറയാം. ആദ്യത്തെ പരീക്ഷയ്ക്ക് നമുക്ക് 3 പേർക്കും കൂടി അപേക്ഷിക്കാം. ചിട്ടയായി പഠിച്ചാൽ കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതിന് സമയം കണ്ടെത്തണം. നമ്മൾ മൊബൈലിൽ വെറുതെ കളയുന്ന സമയം മതി. ഒരു ദിവസം ശരാശരി 1 മണിക്കൂർ പഠിച്ചാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. സത്യത്തിൽ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മാഷിൻ്റെ കാർ അവിടെ വന്നു. സനിയും വഫയും കുട്ടികളുടെ കൂടെ കളിക്കുന്നത് കണ്ടപ്പോൾ അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അത് 2 പേരും ജമാലിൻ്റെ കുട്ടികളാണെന്ന് അയാൾക്ക് തോന്നി. നിങ്ങൾ ഉമ്മച്ചിയുടെ മക്കളെ? അയാളുടെ ചോദ്യം കേട്ടപ്പോൾ 2 പേരും അതിനുള്ള മറുപടി പറയാതെ നേരെ മുറിയിലേക്ക് തന്നു. എന്നിട്ട് ഉമ്മയോട് കാര്യം പറഞ്ഞു. സാബി ആരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ പുറത്തേക്ക് ചെന്നു. മാഷിയെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. അസ്സലാമു അലൈക്കും മോളെ. അയാൾ സലാം പറഞ്ഞു. വഅലൈക്കുമുസ്സലാം. ഞാൻ ഇതുവഴി വന്നപ്പോഴേ കയറിയതാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്ത്? ഉപ്പ വയനാട് ചികിത്സയ്ക്ക് പോയതാണ്. എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. ആ പിന്നെ കാര്യം, നിങ്ങളിപ്പോൾ തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിലും ഉപ്പ എന്നെ മോളെപ്പോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് എന്നെ അയച്ചത്. എന്താ മാഷേ, ഉപ്പാക്ക് എന്തേലും? അല്പം പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു. ഉപ്പാക്കൊരു കുഴപ്പമില്ല. ഉപ്പാൻ്റെ ചികിത്സയ്ക്ക് കുറച്ച് പൈസ വേണ്ടിയിരുന്നു. നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് വന്നതാണ്. സാബിയുടെ മുഖം പെട്ടെന്ന് വാടി. പെട്ടെന്ന് തന്നെ ആ മുഖം തെളിയുകയും ചെയ്തു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. പുറത്തേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ ചെറിയൊരു ജ്വല്ലറിയുടെ ബോക്സ് ഉണ്ടായിരുന്നു. അത് അവൾ മാഷിൻ്റെ നേരെ നീട്ടി. എൻ്റെ സ്വർണ്ണമെല്ലാം അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് വീട്ടിൽ നിന്നും തന്ന സ്വർണവും എൻ്റെ മക്കളുടെ സ്വർണവും എല്ലാം കൂടി 1.5 പവന് ഇതിലുണ്ടാവും. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊന്നും എനിക്കറിയില്ല. മാഷി ഇത് വിറ്റിട്ട് ഉപ്പാക്ക് കൊടുത്തോളൂ. മാഷിൻ്റെ കണ്ണുകൾ നനഞ്ഞു. ഈ പെൺകുട്ടി ഒരു മാണിക്യക്കല്ല് തന്നെയാണെന്ന് അയാൾ മനസ്സിലോർത്തു. തനിക്ക് കല്യാണപ്രായം എത്തിയൊരു മകനുണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ട് ഇവളെ ഞാൻ വിവാഹം കഴിപ്പിക്കുമായിരുന്നു. അതേസമയം ഫോണിലൂടെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹാജിയാർ ശരിക്കും കരയുകയായിരുന്നു. സാബി ഹാജിയാരുടെ എല്ലാ മക്കൾക്കും മുകളിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ, മാഷി പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അത് വാങ്ങി തുറന്നു നോക്കി. എല്ലാം കൂടി 1.5 പവനിൽ കൂടുതൽ കാണില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. സാബിക്കും കുട്ടികൾക്കും ആകെയുള്ള സ്വത്ത് എന്ന് പറയുന്നത് ഈ സ്വർണം മാത്രമാണ്. അതാണ് അവൾ നിലവിൽ ഉപ്പാക്ക് കൊടുക്കുന്നത്. അത് തൽക്കാലം മോള് തന്നെ വെച്ചേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരില്ലേ? എനിക്കങ്ങനെ ആവശ്യങ്ങളൊന്നുമില്ല മാഷേ. ഇവിടെ 1 രൂപയ്ക്ക് പോലും ചിലവില്ല. പിന്നെ ഉണ്ടായ കുഞ്ഞ് കൂടെ ഇല്ലാത്തത് കൊണ്ട് വേറെ ചിലവുകളില്ല. ഇവിടെ കൊടുക്കേണ്ട പണം മുഴുവൻ അടച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് കൊടുക്കാനും ആളുകളുണ്ട്.
ഇവിടെ നിന്നും ഇറങ്ങിയാലോ? അപ്പുറത്തെ റൂമിൽ ഇത്തയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചെറിയൊരു കമ്പനിയുണ്ട്. അവിടെ ചെറിയ ജോലിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ താമസിച്ച് സ്കൂളിലും മദ്രസയിലും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരും. മാഷ് അത് കേട്ടൊന്ന് മൂളി. താൻ എങ്ങനെ ചോദിക്കുമ്പോൾ അവൾ കരയുമെന്നായിരുന്നു അയാൾ കരുതിയത്. എന്നാൽ സാബി അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകി ഇനി അല്പം പോലും ഉരുകാനില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി പെട്ടെന്നൊന്നും അവളെ ആർക്കും തളർത്താനാവില്ല. എങ്കിലും ഇത് വേണ്ട മോളെ, ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ചികിത്സക്കുള്ള പണമൊക്കെ വേറെ റെഡിയാക്കാം. അത് നിങ്ങളെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഞാൻ എൻ്റെ സ്വന്തം ഉപ്പയായി തന്നെയാണ് ഇക്കയുടെ ഉപ്പയും കണ്ടത്. എനിക്കെൻ്റെ ഉപ്പയെ കണ്ട ഓർമ്മ പോലുമില്ല. ഉപ്പാക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം ആ വീട്ടിൽ എല്ലാം സഹിച്ചു നിന്നത്. ഉപ്പ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയേനെ. സാബിയും മാഷും തമ്മിൽ സംസാരിക്കുന്നത് എല്ലാം മൊയ്തീൻ ഹാജി കേൾക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അത് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സമ്മിശ്രമായിരുന്നു. സാബിയെ വേണ്ട വിധത്തിൽ തനിക്ക് പരിഗണിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു സങ്കടം പലപ്പോഴും അയാളുടെ മനസ്സിൽ ഉരുണ്ടുകൂടി. എന്നാൽ താനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, നബീസുവിൻ്റെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ നിന്നിരുന്നെങ്കിൽ സാബിക്ക് അത്രയും കഷ്ടപ്പാട് അവിടെ ഉണ്ടാവുമായിരുന്നില്ല. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ താൻ മാനസികമായി തളർന്നു പോയി എന്നത് സത്യമാണ്. പിന്നീട് ജീവിക്കാനുള്ള ആശ തന്നെ ഇല്ലാതായി. ആ വീട്ടിൽ ജീവിച്ചിരുന്ന ഓരോ നിമിഷവും താൻ വളരെ മാനസികമായി തകർന്ന നിലയിലായിരുന്നു. മാഷ് സാബിയോട് പറഞ്ഞു, മോളെ, മോളുടെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. മോൾക്ക് മാത്രമേ ഇതൊക്കെ തരാൻ കഴിയൂ. തൽക്കാലം എല്ലാം ഒരാൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇനിയെല്ലാം പടച്ചവൻ്റെ വിധി പോലെ വരും. ഞാനിത് വാങ്ങിയാൽ പടച്ചവൻ എന്നോട് കോപിക്കും. അയാൾ ബലമായി അത് സാബിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. പിന്നെ പേഴ്സ് തുറന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. മോളുടെ ഉപ്പ തരുന്നതാണെന്ന് കരുതിയാൽ മതി. ഇത് എൻ്റെ നമ്പറാണ്. വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും ചെറിയൊരു ജോലി സംഘടിപ്പിച്ച് തരാനൊക്കെ എനിക്ക് കഴിയും. എന്താവശ്യം വന്നാലും മോൾ വിളിക്കണം. സാബി നിറക്കണ്ണുകളുടെ തലയാട്ടി. അയാൾ കയ്യിൽ കരുതിയ ഒരു പൊതി അവളെ ഏൽപ്പിച്ചു. ഇതിലെന്തായാലും ഞാൻ മനസ്സറിഞ്ഞ് നിനക്ക് തരുന്നതാണ്. നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാണെന്ന് കൂട്ടിക്കോ. സാബി സന്തോഷത്തോടെ അതും വാങ്ങി. എന്നാൽ ഞാൻ പോട്ടെ മോളെ. ഒരിക്കലും നീയും നിൻ്റെ മക്കളും ഒറ്റക്കാണെന്ന് കരുതണ്ട. അങ്ങനെ ഒറ്റക്കാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ. അവളോട് യാത്ര പറഞ്ഞ് അയാൾ പോയി. സാബി പതിയെ ആ പൊതി തുറന്നു നോക്കി. കുറച്ച് പണവും കുട്ടികൾക്കുള്ള മിഠായികളുമായിരുന്നു പൊതിയിൽ. കൂട്ടത്തിൽ ഒരു അത്തർകുപ്പിയും ഉണ്ടായിരുന്നു. അവൾ അത് മണത്തു നോക്കി. ഹൃദ്യമായ സുഗന്ധമായിരുന്നു അതിന്. അവൾ ഒരു കൗതുകത്തിന് ആ പണം എണ്ണി നോക്കി. അതിൽ 50,000 രൂപയുണ്ടായിരുന്നു. അവൾ അന്തം വിട്ട പണത്തിലേക്കും പിന്നെ പുറത്തേക്കും നോക്കി. അപ്പോഴേക്കും അവളുടെ മൊബൈൽ റിങ് ചെയ്തു. പരിചയമില്ലാത്തൊരു നമ്പറായിരുന്നു. അത് എടുക്കണോ വേണ്ടയോ എന്ന ശങ്കയിൽ അവൾ അങ്ങനെ നിന്നു. ഒടുവിൽ റിങ് നിലച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മൊബൈൽ റിങ് ചെയ്തു. അവൾ മടിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. അസ്സലാമു അലൈക്കും മോളെ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു. അവൾ സലാം മടക്കി. ഉപ്പയാണ് വിളിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. മോളെ, ഞാനാണ് മാഷിൻ്റെ കയ്യിൽ ആ പൊതി കൊടുത്തയച്ചത്. അത് നിൻ്റെ കയ്യിൽ വെച്ചോ. 2-3 മാസത്തേക്ക് നിനക്ക് കഴിയാനുള്ള പണമുണ്ടത്. അത് തീരുമ്പോഴേക്കും നിൻ്റെ കയ്യിൽ വീണ്ടും പണം എത്തും. എന്തിനാണ് ഉപ്പ എനിക്കിപ്പോൾ പണം അയച്ചത്? എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടല്ലോ. ചികിത്സക്ക് തന്നെ പണം ഒരുപാട് വേണ്ടേ? ഒരു ചിരിയായിരുന്നു അയാളുടെ മറുപടി. മോൾ അതൊന്നും നോക്കണ്ട. പണമൊക്കെ നമ്മുടെ കയ്യിൽ റെഡിയാണ്. 6 മാസം കഴിഞ്ഞ് ഞാൻ നടന്ന് തന്നെ മോളെ കാണാൻ വരും, ഇൻഷാ അല്ലാ. അവൾ തുറന്ന മനസ്സോടെ പറഞ്ഞു. ഏതാണ്ട് അരമണിക്കൂറോളം സമയം ഉപ്പയും മോളും മനസ്സ് തുറന്ന് സംസാരിച്ചു. സാബി, ഇന്ന് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. സൗദ ചോദിച്ചത് കേട്ടപ്പോൾ സാബി മനസ്സ് തുറന്നിരിച്ചു. ഉണ്ടായിരുന്നു. അത് ഉപ്പയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്, മാഷാണ്. ഇതുവഴി പോയപ്പോൾ എന്നെ കാണാനായി വന്നതാണ്. അതെന്തായാലും നന്നായി. ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്നത് തന്നെ സന്തോഷമാണ്. പിന്നെ വേറെ വലിയ ഒരു വിശേഷമുണ്ട് ഇത്താ. എന്താ? ഉപ്പ ചികിത്സക്കായി വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ വീട്ടിൽ എൻ്റെ ആകെ ഉണ്ടായിരുന്ന ടെൻഷന് ഉപ്പയുടെ കാര്യം ആദ്യം നോക്കുമെന്നായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് മാറി. ഇതാണ് നിൻ്റെ കുഴപ്പം. ഷാസിനിയുടെ സ്വരത്തിൽ സൗദ പറഞ്ഞു. നിനക്ക് സെൻറ്റിമെൻറ്റ്സ് വളരെ കൂടുതലാണ്.
നിന്നെ ആ വീട്ടിലിട്ട് എല്ലാവരും കൂടി കഷ്ടപ്പെടുത്തിയപ്പോൾ നിനക്ക് ആരും കൂടെ ഉണ്ടായിരുന്നില്ല. യാതൊരു കാരണവുമില്ലാതെ നിന്നെ മൊഴി ചൊല്ലിയപ്പോഴും ആ വീട്ടുകാർ ആരും നിന്നെ സഹായിച്ചില്ല. സത്യത്തിൽ ആ വീട്ടുകാർക്കും നിനക്കും ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. എന്നാൽ നിൻ്റെ മക്കൾക്ക് അങ്ങനെയല്ല. നിൻ്റെ ഭർത്താവ് മൊഴി ചൊല്ലിയത് നിന്നെ മാത്രമാണ്. അയാൾ നിന്നെ മൊഴി ചൊല്ലിയെന്ന് വെച്ച് അയാളും നിൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധം എടുത്തു കളയാൻ ആരെക്കൊണ്ടും പറ്റില്ല സാബി. സ്വാഭാവികമായി നിൻ്റെ മക്കളുടെ മേൽ ആ വീട്ടുകാർക്കുള്ള അവകാശങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നീയും അവരുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഇത്ത പറയുന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹം എൻ്റെ ഉപ്പയുടെ സ്ഥാനത്താണ്. എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും മറക്കാൻ എനിക്ക് കഴിയില്ല. സൗദ അതോടെ മൗനം പാലിച്ചു. ആവേശത്തോടെ സാബി പറയാൻ തുടങ്ങി. വയനാട്ടിലെ ഏതോ പേര് കേട്ട വൈദ്യൻ്റെ അടുത്താണ് ചികിത്സ. 6 മാസത്തേക്ക് 12 ലക്ഷം രൂപയാണ് ചിലവ്. 6 മാസം കഴിഞ്ഞാലേ എണീറ്റ് നടക്കുന്ന വൈദ്യൻ കൊടുത്ത ഉറപ്പ്. അവിടെ ആരെയും കൂടെ നിർത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ ഊരക്ക് താഴെ നല്ല ബലം കിട്ടുന്നുണ്ടെന്നാണ് ഉപ്പ പറഞ്ഞത്. മരുന്ന് ഫലിക്കുന്നുണ്ടെന്ന് ഡോക്ടറും പറഞ്ഞത്രേ. ഞാനിപ്പോൾ പഠിച്ചവനെ സ്തുതിക്കുകയാണ് ഇത്താ. ഇങ്ങോട്ട് വരുമ്പോൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന പേടിയോടെ ഞാൻ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മുതൽ എൻ്റെ ജീവിതം ആകെ മാറി. ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വരെ തുടങ്ങി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ അയച്ചു തന്ന കുറിപ്പുകളൊക്കെ നീ വായിച്ചു നോക്കിയോ? സാബി തലയാട്ടി. എങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോ? ആത്മവിശ്വാസത്തോടെ സാബി പറഞ്ഞു. സൗദ പുഞ്ചിരിയോടെ ഓരോ ചോദ്യങ്ങളായി ചോദിക്കാൻ തുടങ്ങി. എല്ലാത്തിനും സാബി കൃത്യമായി മറുപടി പറഞ്ഞു. സാബി, നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടടി. എന്തായാലും ഈ എക്സാം എഴുതിയാൽ നീ പാസ്സാവും. നിനക്ക് ജോലിയും കിട്ടും എന്നതിൽ സംശയമൊന്നുമില്ല. സൗദ പറഞ്ഞത് കേട്ട് സാബിയുടെ കണ്ണുകൾ തിളങ്ങി. അവളിൽ പൊതുജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ തളിരിട്ട് തുടങ്ങിയിരുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് വസന്ത വിരുന്നെത്തുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾ മനം നിറഞ്ഞ് പഠിച്ചവനെ സ്തുതിച്ചു. എന്താ ഓള് ഒരു ചിരി, മൊഞ്ചത്തി പൂനിലാവ് ഉദിച്ചതുപോലെയുണ്ട്. സൗദ ചിരിയോടെ പറഞ്ഞത് കേട്ട് സാബി വീണ്ടും തെളിഞ്ഞു ചിരിച്ചു. എൻ്റെ പെണ്ണേ, നിന്നെ കണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പോൾ ശരിക്കും കാണാൻ രസമുണ്ട്. ഇങ്ങനെയൊക്കെ ചിരിക്കാനും നിനക്കറിയാമോ? സാബി പതിയെ തലയാട്ടി. ചിരിക്കാൻ അറിയാവുന്ന ഒരു പെണ്ണ് തന്നെയായിരുന്നു ഞാൻ. കല്യാണത്തിന് മുൻപ് വരെ എനിക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞാൻ വിടർന്ന് ചിരിച്ചിട്ടേയുള്ളൂ. ഇക്കയുടെ സ്നേഹം എന്നെ ശരിക്കും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും പിന്നീട് എന്ത് സംഭവിക്കുമെന്ന കാര്യം മനസ്സിൽ പോലും ആലോചിച്ചിരുന്നില്ല. പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം മാടിയത്. അപ്പോഴും എൻ്റെ ഇക്കാക്ക് വേണ്ടി, ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ പഠനം പോലും ഉപേക്ഷിച്ചു. പിന്നെ ഓരോ ദിവസവും സന്തോഷത്തിൻ്റേതായിരുന്നു. ഉമ്മയുടെയും ആബിദയുടെയും കുത്തുവാക്കുകൾ ഞാൻ കേട്ടില്ല എന്ന് നടിച്ചത് ഇക്കാൻ്റെ സ്നേഹം ഒന്നും കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ അതെല്ലാം വെറും സോപ്പ് കുമ്പിളികൾ മാത്രമായിരുന്നെന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. സ്നേഹവും അഭിനയം തിരിച്ചറിയാനേ എനിക്ക് കഴിഞ്ഞില്ല. നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാളെ ഒരു രീതിയിലും വിഷമിപ്പിക്കാൻ നമ്മളെ മനസ്സ് അനുവദിക്കില്ല. എന്നാൽ അഭിനയമാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രയാസവും ഉണ്ടാവില്ല. സൗദ കൗതുകത്തോടെ സാബി പറയുന്നത് കേട്ടിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത് എന്ന് സൗദ ഓർത്തു. എല്ലാം തുറന്നു പറയട്ടെ എന്ന് അവൾ കരുതി. മനസ്സിലെ കരിങ്കല്ലുകൾ ഇറക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. തുറന്നു പറയാൻ ഒരാളില്ലാത്തതാണ് പലരുടെയും യഥാർത്ഥ സങ്കടമെന്ന് അവൾക്ക് തോന്നാറുണ്ട്. ശരിയാ, സൗദ അവൾ പറഞ്ഞതിനെ പിന്തുണച്ചു. ആദ്യം ഞാൻ കല്യാണത്തിനെ സമ്മതിച്ചില്ലായിരുന്നു. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മാളിയേക്കൽ തറവാടിനെ പോലെയുള്ള ഒരു വീട്ടിലേക്ക് എന്നെപ്പോലെയുള്ള ഒരു പെൺകുട്ടി മരുമകളായി കയറി വരുന്നത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അവർ നല്ല പൈസക്കാരല്ലേ. എൻ്റെ പഠനം മുടങ്ങും എന്നതായിരുന്നു അടുത്ത ഭയം. ഇക്കാക്ക് 2 ഇക്കമാരുണ്ടെന്നും അവരുടെ ഭാര്യമാർ 2 പേരും പഠിക്കുന്നില്ല എന്നും ഞാൻ അറിഞ്ഞിരുന്നു. ആബിനെക്കുറിച്ചും എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു. അവൾ പറഞ്ഞത് ഈ കല്യാണം നടന്നാൽ ഭാവി ചിലപ്പോൾ സുരക്ഷിതമായിരിക്കുമെന്നാണ്. പക്ഷെ പഠനം നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നാണ് അവൾ പറഞ്ഞത്. ഇക്കയുടെ ഉമ്മയുടെ സ്വഭാവത്തെപ്പറ്റിയും അവൾ സൂചന തന്നിരുന്നു. അങ്ങനെ ഞാൻ ഈ കല്യാണത്തിന് ആദ്യമൊന്നും സമ്മതിച്ചില്ല. എന്നാൽ ഇക്ക എന്നെ വിടാതെ പിന്തുടർന്നു. അയാൾക്ക് അന്ന് എന്നോട് അസ്ഥിയിൽ പിടിച്ച പ്രണയമായിരുന്നു. എന്നിട്ടെന്താ, ഞാനൊരു പെണ്ണാണല്ലോ. ആ പ്രായത്തിൽ സുന്ദരനായ ഒരു യുവാവ് പിന്നാലെ നടന്ന് വിവാഹാഭ്യർത്ഥന നടത്തുന്നത് ഏറെ എന്ന നേരം തട്ടിക്കളയാൻ എന്നെക്കൊണ്ട് പറ്റുമായിരുന്നില്ല. കൂടാതെ രോഗിയായ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന തന്നെ കണ്ണടക്കും മുമ്പ് മോളെ നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിക്കണമെന്നത് മാത്രമായിരുന്നു. ഉമ്മയുടെ സങ്കടം എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിഞ്ഞില്ല.
ഞാൻ ഇക്കാര്യമെല്ലാം ഇക്കയോട് തുറന്നു പറഞ്ഞു. കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന് ഇക്ക തന്നെയാണ് എന്നോട് പറഞ്ഞത്. അത് വിശ്വസിച്ച് ഞാൻ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മണ്ടത്തരം തന്നെ അതായിരുന്നു. ഇത് പറയുമ്പോൾ സാബിയുടെ മുഖത്ത് ശരിക്കും സങ്കടം കാണാമായിരുന്നു. കാര്യം നടക്കാനായി ഇക്ക എന്തും പറയുമായിരുന്നു. ഞാനൊരു പൊട്ടിയായതുകൊണ്ട് എല്ലാം വിശ്വസിച്ചു. ഇക്ക തന്നെയാണ് ഉമ്മയെയും പെങ്ങളെയും പിരികയറ്റി എന്നെ പഠിക്കാൻ പോകുന്നതിൽ നിന്ന് തടഞ്ഞത്. പക്ഷേ അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ കരുതി. ഞാനെന്ന പൊട്ടിപ്പെണ്ണിന് അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഇക്ക എൻ്റെ വാ അടുപ്പിച്ചു. സത്യത്തിൽ ഇക്ക സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സിനെ കീഴടക്കുകയായിരുന്നെന്ന് ആദ്യകാലത്ത് എൻ്റെ മനസ്സറിഞ്ഞ് ഇക്ക ഓരോന്ന് ചെയ്തു. പഠനത്തേക്കാൾ വലുത് സ്നേഹമാണെന്ന് എനിക്കും തോന്നി. സങ്കടമുണ്ടായിരുന്നാലും ഇക്കാക്ക് വേണ്ടി ജീവിക്കുക എന്ന തീരുമാനത്തിൽ ഞാൻ എത്തിയത് അങ്ങനെയാണ്. പക്ഷെ ഇതൊരു കെണിയാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്. എന്താ ചെയ്യുക, എല്ലാം പഠിച്ചോണ്ട് വിധി. ഏതായാലും ഇപ്പോൾ അൽഹംദുലില്ലാഹ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്കിനി എൻ്റെ മക്കളെ നല്ലപോലെ നോക്കണം, നല്ലൊരു ജോലി കിട്ടണം. എല്ലാം ശരിയാവും. സാബി, നീ വിഷമിക്കല്ലേ, നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കാം. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.